ഹായ് ഓൾ, ലെത്തലോജിക്കയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. റിയൽമിയുടെ X7 Max എന്നൊരു മോഡലാണ്. എക്സ് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഈ ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 1200 ആണ്. അതൊരു 5G പ്രൊസസ്സറാണ്. നമുക്ക് കൂടുതലായിട്ട് ഇനി അൺബോക്സിലൂടെ നോക്കാം. അപ്പോൾ നമുക്കിനി അൺബോക്സിലേക്ക് കിടക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അൺകവർ ദി എക്സ്ട്രാ ഓർഡിനറി സ്പീഡ്. നെക്സ്റ്റ് നമുക്ക് ഫോണാണ്. ഫോൺ ഇവിടെ ഇരിക്കട്ടെ, ബാക്കി ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇതിലൊരു ഫാസ്റ്റ് ചാർജാണ് ഉള്ളത്. സൂപ്പർ ഡാറ്റ് ഫാസ്റ്റ് ചാർജാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് 10 വോൾട്ട് ആംബിയർ ആണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും. നെക്സ്റ്റ് നമുക്ക് ഈ ബോക്സിൽ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇത് കേസാണിത്, TPR ബേസ്ഡ് കേസാണിത്. ഇതിൻ്റെ ഒപ്പം വാറണ്ടി കാർഡും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേസ്. നെക്സ്റ്റ് നമുക്ക് ഇനി ഫോണൊന്ന് അൺറാപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. നെക്സ്റ്റ് നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിത് ലുക്ക് ആൻഡ് ഫീലാണ് പറയാനുള്ളത്. ഇതൊരു അടിപൊളി ഫൈൻ ക്വാളിറ്റിയാണ് ഇതിനെ കാണാൻ തന്നെ. ഈ ഒരു കളർ വേരിയൻറ്റ് വരുന്നത് ആസ്ട്രോയിഡ് ബ്ലാക്ക് ആണ്. പിന്നുള്ളൊരു സിൽവർ കളറും പിന്നെ മിൽക്കി വേവ് ആണ് ഉള്ളത്. ഇത് ആക്ച്വലി നല്ലൊരു കളറാണ്. ഇത് ഒരു മാറ്റ് ബ്ലാക്കും പിന്നെ ഒരു ഗ്ലോസി ടൈപ്പ് കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ആസ്ട്രോയിഡ് ബ്ലാക്കിൻ്റെ ഒപ്പം ഉള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ട്രിപ്പിൾ ക്യാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ NFC സെൻസർ, തൊട്ടിപ്പുറം തന്നെ NFC സെൻസറും കമ്പനി തന്നിട്ടുണ്ട്. പിന്നെയുള്ളതിൻ്റെ സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് ഡ്യുവൽ ഓഡിയോ സ്പീക്കേഴ്സാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗ്ലാസ് ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ, അതോടൊപ്പം ഇതിൻ്റെ അടിയിൽ വരുന്നത് ഒരു 3.5 MB ഓഡിയോ ജാക്കും പിന്നെ ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടുമാണ്. ഈ ഒരു ഫ്രണ്ടിലെ ഗ്ലാസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രാഗൺ ടെയിൽ ഗ്ലാസ് ആണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഇൻബിൽഡ് ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ റേഷ്യോ ആണ്. ഇതൊരു 91.7% ഡിസ്പ്ലേ റേഷ്യോ ആണ് ഈ മോഡലിൻ്റെ അപ്പം വരുന്നത്. പിന്നെ ഇതൊരു അൾട്രാ തിൻ മോഡലാണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും 179 ഗ്രാമാണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഡിസ്പ്ലേ പറ്റി നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz ഡിസ്പ്ലേ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇതൊരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഇത് നോച്ച് അല്ല, പഞ്ചോൾ ക്യാമാണ്. അതുകൊണ്ട് ഫുൾ സ്ക്രീനാണ് കമ്പനീൻ്റെ ഒപ്പം തന്നിരിക്കുന്നത്. 20:9 സ്ക്രീൻ റേഷ്യോട് കൂടിയും 16.3 സെൻറ്റിമീറ്റർ സ്ക്രീൻ സൈസോട് കൂടിയും ഡ്രാഗൺ ടൈറ്റ് ഗ്ലാസ്സിലാണ് ഈ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ടച്ച് വരുന്നത് 360 Hz ആണ്. അത് കാരണം ഗെയിമേഴ്സിന് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരിക്കും ഗെയിമൊക്കെ കളിക്കാൻ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നാച്ചുറൽ കളറാണ്. ഇതിന് നാച്ചുറൽ കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡ്യുവൽ ആംബിയർ സെൻസർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും സാധിക്കുന്നതാണ്. മറ്റു ഫോൺ അപേക്ഷിച്ച് ഇത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആണ് ആ ഒരു ഫീച്ചർ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചറിലേക്ക് കടക്കാം. ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ 11 ആണ് കമ്പനി തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് MediaTek Dimensity 1200 ഒക്ടാ കോർ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഫോണാണ് ഈ ഒരു പ്രൊസസ്സറിൽ ഇറങ്ങുന്നത്. ഇതിൻ്റെ 2 സിമ്മും നമുക്ക് 5G ആയിട്ട് യൂസ് ചെയ്യാം. വേറൊരു ഫോണും ഇതുവരെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വേരിയൻ്റാണ് വരുന്നത്. 8GB റാമും 128 ഇൻറ്റേർണലും, അതോടൊപ്പം 12GB റാമും 256GB ഇൻറ്റേർണലും. ഈ ഒരു ഡിവൈസിന് എക്സ്ട്രാ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല. ഇതിലാകെയുള്ളത് 2 സിം ഇടാനുള്ള ഒരു സിം ട്രേ ആണുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പല പ്രൈസ് റേഞ്ചാണ് വരുന്നത്. ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും പ്രൈസ് റേഞ്ച് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. 8GB വേരിയൻറ്റിന് 27Kയും 12GB വേരിയൻറ്റിന് 30Kയും ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി സൂപ്പർ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വൈഫൈ യൂസ് ചെയ്തിരിക്കുന്നത് 6ഉം ബ്ലൂടൂത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 5.1ഉമാണ്.
നിലവിലുള്ള എല്ലാ സ്മാർട്ട് ഫോണിനും ബ്ലൂടൂത്ത് 5.0 ആണ് ഉള്ളത്. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു. ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഒരു പവർ ചാർജർ, സൂപ്പർ ഡാറ്റ് പവർ ചാർജറും കൂടി തന്നിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് ചാർജർ ആയതുകൊണ്ട് 0 to 50 16 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നതാണ്. ഇതിൻ്റെ ചാർജർ ഇത്രയും ബൾക്ക് ചെയ്യാതിരിക്കുന്നത് എന്തെന്നാൽ ഇതിൻ്റെ ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് ഇതൊരു 5 ലെവൽ പ്രൊട്ടക്ഷനോട് കൂടിയൊരു ചാർജറാണ്. ഇത്രയും ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം. 64 MB സോണിയുടെ സെൻസറാണ് ഈ ഒരു മോഡലിൻ്റെ ഒപ്പം റിയൽമി തന്നിരിക്കുന്നത്. അതോടൊപ്പം 16 മെഗാ ഫ്രണ്ട് ക്യാമും തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു മോഡലിൽ ക്വാളിറ്റിയിലൊരു പോർട്രേറ്റ് ഫിൽറ്ററും പിന്നെ അതോടൊപ്പം ബൊക്കെ സെൽഫിയും കമ്പനി തന്നിട്ടുണ്ട്. ഡ്യുവൽ ടോൺ LED ആണ് ഈ മോഡലിനൊപ്പം ഉള്ളത്. അതായത് നമുക്ക് വൈറ്റ് ഫ്ലാഷും യെല്ലോ ഫ്ലാഷും അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം എന്ന് പറഞ്ഞാൽ 16 MP ഫ്രണ്ട് ക്യാമാണ്. ഒരു വൈഡ് ആംഗിൾ ക്യാമാണ് ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്നത്. നൈറ്റ് മോഡുള്ളൊരു ഫീച്ചർ കമ്പനി തന്നിട്ടുണ്ട്. അതോടൊപ്പം നോയ്സ് ക്യാൻസലേഷനും കളർ റിസംബിളും ഉള്ളതാണ്. ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഒരു പവർ ചാർജർ, സൂപ്പർ ഡാറ്റ് പവർ ചാർജറും കൂടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജർ ഇത്രയും ബൾക്ക് ചെയ്യാതിരിക്കുന്നത് എന്തെന്നാൽ ഇതിൻ്റെ ഹൈ വോൾട്ടേജ് ആയതുകൊണ്ട് ഇതൊരു 5 ലെവൽ പ്രൊട്ടക്ഷനോട് കൂടിയൊരു ചാർജറാണ്. ഇത്രയും ബാറ്ററി ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം റിവേഴ്സ് ചാർജിങ്ങും അവൈലബിൾ ആണ്. ഇതൊരു ഗെയിമർ ഫോൺ ആയതുകൊണ്ട് ഇതിൻ്റെ GPU പറ്റി പറയുകയാണെങ്കിൽ G77 MC9 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ആൻഡ്രോയിഡിന് വേണ്ടിയുള്ളൊരു പ്രൊസസ്സറാണ്. പിന്നെ ഇത് 2000 തുടക്കത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 62% പെർഫോമൻസേ ഉള്ളൂ. ബാക്കിയുള്ള ഹൈ എൻഡ് പെർഫോമൻസ് GPU വെച്ച് നോക്കുമ്പോൾ അതൊരു ഹൈ ലെവൽ കാറ്റഗറിയാണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സൂപ്പർ വൈബ്രൻറ്റ് ടാക്കിൾ എഞ്ചിൻ യൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ആ വൈബ്രേഷൻ നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യും, നമ്മൾ പ്ലേ സ്റ്റേഷൻ്റെ ജോയ്സ്റ്റിക്ക് പോലെ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഡോൾബി അറ്റ്മോസിൻ്റെ ഡ്യുവൽ സ്പീക്കേഴ്സാണ് ഇതിൻ്റെ ഒപ്പം യൂസ് ചെയ്തിരിക്കുന്നത്.